ബിഗ് ബോസിന് ശേഷം ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ഗ്ലോബൽ റെക്കഗ്നീഷൻ കിട്ടി. സോ അതിനുശേഷം ഈ പറയുന്ന പോലെ ആക്ടിങ്ങിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് നീ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്? Good question. നമ്മള് ഫസ്റ്റ് ലവ് മ്യൂസിക്കാണ്. ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ, റൈറ്റ്? അതും ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്യണ മുന്നേ തന്നെ അത് ആശയ്ക്കാരനോട് പറഞ്ഞതായിരുന്നു. ദിസ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മീ. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ഐ വാസ് ഏബിൾ ടു സീ എങ്ങനെയുണ്ട് ആൻഡ് ഹൗ മച്ച് ഐ ആക്ച്വലി എൻജോയ്ഡ് ഇറ്റ്, റൈറ്റ്? It could be because of the cast, it could be because of the director and everything, but also personally എനിക്ക് ഈ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ശരിക്കും കാണാൻ പറ്റിയത് എങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഇതുവരെ ഒരു മ്യൂസിക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, റൈറ്റ്? ദിസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഓൾസോ. ബട്ട് അതിൻ്റെ സിമിലാരിറ്റീസ് ഉണ്ട്, ബിക്കോസ് രണ്ടും ആർട്ടാണല്ലോ. ബോത്ത് ആർ it's an experience personally and for the visual the audience. അപ്പോൾ അതുകൊണ്ട് ഓൾവേസ് മ്യൂസിക്കിൻ്റെ ഫസ്റ്റ് ലവ് ആവും. പക്ഷെ അത് ലെറ്റ്സ് സീ whatever happens, right? എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ വെച്ചിട്ടല്ലേ ഞാൻ ഇതിലേക്ക് വന്നത്, പാട്ടാണെങ്കിലും എന്താണെങ്കിലും, ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് I do what I can get to do and I enjoy doing it and I'm going to try my best.